രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്ത്. രാഹുലിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയും രാഹുൽ സംസാരിക്കുന്നതാണ് ഉള്ളടക്കം. അബോർഷൻ ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതും ഓഡിയോയിലുണ്ട്. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കുക. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കം വിളിക്കാൻ വയ്യാതിരിക്കാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റില്ല. കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ എൻ്റെ അല്ലല്ലോ. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പുതിയ തെളിവുകൾ വരുന്നു. രാഹുലിന്റെ വാട്സ്ആപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പെൺകുട്ടി പറയുന്നു. കുഞ്ഞ് വേണമെന്നാവശ്യപ്പെട്ടത് രാഹുലാണ്. എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് രാഹുൽ പറയുന്നു. പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും രാഹുൽ തന്നെയാണ്. നിങ്ങളുടെ പ്ലാൻ ആയിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ ഗർഭധാരണത്തിന് ശേഷം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പെൺകുട്ടി പറയുന്നു. തന്റെ ഡ്രാമയൊന്ന് നിർത്തൂ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിക്ക് നൽകിയ മറുപടി എന്നാണ് പ്രേക്ഷകർ കേട്ടത്. പെൺകുട്ടിയെ അസഭ്യം പറയുന്നത് നമുക്ക് ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വളരെ വ്യക്തമായി കേൾക്കാം. വാട്സ്ആപ്പ് ചാറ്റും ഫോൺ സംഭാഷണവുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. VV അരുൺ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, പാലക്കാട് രാഹുൽ സജീവമാകുമ്പോൾ തടയാത്ത കോൺഗ്രസിന് ഇപ്പോൾ ഇതാ വീണ്ടും പുതുതായി വന്ന ഈ ഓഡിയോ സംഭാഷണം വൻ തിരിച്ചടിയാവുകയല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അനുമതിയോടെ അല്ല രാഹുൽ ഇറങ്ങുന്നതെന്ന് പറയുമെങ്കിലും പല ഔദ്യോഗിക ചടങ്ങുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിലെ ഓഫീസുകളിൽ വരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ രംഗത്തും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാണ്. അപ്പോഴാണ് ഈ നേരത്തെ പുറത്തു വന്ന വാർത്തകളുടെ തുടർച്ചയെന്ന നിലയിൽ ഈ പെൺകുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നത്. ഓഡിയോ സന്ദേശത്തിനപ്പുറത്തേക്ക് അതിലൊരു സ്ക്രീൻഷോട്ടുമുണ്ട്. വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ത്രീകളോടുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് പൂർണ്ണ ഇപ്രകാരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകും. പെൺകുട്ടി, ഡോക്ടറെ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്, എനിക്കൊരു പേടിയുണ്ട് അവിടെ പോകാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പെൺകുട്ടിയോട് ചോദിക്കുന്നു. എനിക്കാകെ വയ്യാതിരിക്കുകയാണ്, എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്ന പെൺകുട്ടിയുടെ മറുപടി. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത സംഭാഷണം ഇപ്രകാരമാണ്: എൻ്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക്കായി സംസാരിക്കുക. എനിക്ക് ഡ്രാമ കാണിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഷ്യത്തോടുകൂടി പെൺകുട്ടിയോട് പറയുന്നു. പെൺകുട്ടി, എനിക്ക് ആകെ വയ്യാതിരിക്കുകയാണ്, വീണ്ടും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. എന്ത് ഡ്രാമ എന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് വയ്യാതിരിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പെൺകുട്ടി തന്റെ ദയനീയാവസ്ഥ തുറന്നു പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ക്ഷുഭിതനായി പറയുകയാണ്, നിന്റെ ഈ വർത്താനം ഒന്ന് നിർത്തൂ.
പെൺകുട്ടി എനിക്ക് ഇത് ചെയ്യാൻ വയ്യ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പറയുന്നു, ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയല്ലോ, അല്ലല്ലോ, എനിക്കൊരല്പം സമയം താ എന്നല്ലേ. പിന്നെ 3 ദിവസമായിട്ട് പ്രശ്നമൊന്നുമില്ല, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂട് വന്നത് എന്തിനാ എന്ന് രാഹുൽ ചോദിക്കുന്നു. പെൺകുട്ടി, എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ പതുക്കെ സംസാരിക്കുകയാണ്, എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്താ പ്രയാസമൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും പിടിക്കുന്നില്ല, അങ്ങനെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കിതാരോടും പറയാനൊന്നും പറ്റില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ, നീ ഈ ഡ്രാമ ഒന്ന് നിർത്ത്, ഈ 1-ാം മാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ചുമ്മാ അങ്ങ് ഡ്രാമ കാണിക്കരുതെന്ന് ഇക്കാര്യത്തിൽ ഒരു വളരെ പരിചയസമ്പന്ന ഒരാളെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നു. പെൺകുട്ടിയുടെ മറുപടിയും അതേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് എൻ്റെ കാര്യമേ അറിയൂ, ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ പോകാനാണ് എന്നോട് പറയുന്നത്, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെന്ന് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. പെൺകുട്ടി, എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്, ഇതാരുടെ പ്ലാനായിരുന്നു, എൻ്റെ പ്ലാനാണോ, ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തെന്ന പെൺകുട്ടി അതീവ ദയനീയം കലർന്ന ശബ്ദത്തോടുകൂടി ചോദിക്കുന്നു. എന്താണ് നീ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്തോ, എനിക്കതിൽ ഒരു ഇഷ്യൂവുമില്ല എന്ന് രാഹുലിന്റെ മറുപടി. എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പെൺകുട്ടി വീണ്ടും പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, അല്ല നിനക്കില്ലാത്ത പ്രശ്നം എനിക്കെന്താണ്, പെൺകുട്ടി ആരുടെയും ഒരു സഹായമില്ലാതെ ഒരു മനുഷ്യരുടെ സഹായമില്ലാതെ ഇത് ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല എന്ന് പെൺകുട്ടി പറയുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തന്റെ ഇക്കാര്യത്തിലെ പരിചയ സമ്പന്നത വ്യക്തമാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. നീ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകൂ, ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ. പെൺകുട്ടി, എനിക്കറിയില്ല, നിങ്ങൾ ഒരുപാട് മാറി, ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്ന് വീണ്ടും രാഹുലിനോട് മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ പറയുന്നത്, ഇനി ഹോസ്പിറ്റലിൽ പോകാൻ ആരുടെ സഹായമാണ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പെൺകുട്ടി ആവർത്തിക്കുന്നു. നിങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ തന്നെ നിങ്ങളുടെ പ്ലാൻ തന്നെ ആയിരുന്നില്ല ഇതെന്നാണ് പെൺകുട്ടി വീണ്ടും പറയുന്നതിനിടയിൽ ഒരു അസഭ്യ പരാമർശവും പെൺകുട്ടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. മാർച്ച് മിക്കവാറും എല്ലാ ഡേയ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നീ പ്രഗ്നന്റ് ആകാൻ റെഡിയാകൂ എന്ന് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. പിൽസ് മുഖ്യമെന്ന പെൺകുട്ടിയുടെ മറുപടി, നോ എന്ന് പറയുന്നു. ഐ വാണ്ട് മേക്ക് യു പ്രഗ്നന്റ്, നമ്മുടെ കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് പറയുന്നതും ഈ സ്ക്രീൻഷോട്ടിലും വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നുകൂടി ശക്തമായ തെളിവ് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു. അതിനുശേഷം നിർബന്ധിച്ച് തന്നെ ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്നതിന്റെ ശബ്ദവും സ്ക്രീൻഷോട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കാൻ മൗന അനുവാദം കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൂടി പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത്, കോൺഗ്രസിന്റെ ഓഫീസുകളിൽ പോകുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ബാധിക്കില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് സ്ത്രീകളുടെ വലിയ സ്വീകാര്യതയുണ്ടെന്ന് ചില ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടുകൊണ്ട് അവരോടുള്ള ഇയാളുടെ സൗഹൃദം കൂടി വ്യക്തമായിക്കൊണ്ട് കോൺഗ്രസ് സാമൂഹ്യ മാധ്യമങ്ങളുടെ കോൺഗ്രസ് സൈബർ ടീമുകൾ വാദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി രാഹുൽ ചെയ്തിരുന്നു ഒരു പെൺകുട്ടിയോട് എന്ന് വ്യക്തമാകുന്ന ശബ്ദശകലങ്ങളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭവ്യ, ഞെട്ടിപ്പിക്കുന്ന ഈ പകൽ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും പുറത്തു വന്നിരിക്കുന്നു. രാഹുലിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിന്റെ ഉള്ളടക്കം. അബോർഷൻ ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതും ഓഡിയോയിലുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തൻ്റെ അവസ്ഥ ഈ പെൺകുട്ടി രാഹുലുമായി പങ്കുവെക്കുന്നത്. അതായത് ഗർഭം ധരിക്കാനും ഗർഭചിത്രം നടത്താനും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ശബ്ദരേഖയിലേക്ക് ഒരിക്കൽ കൂടി. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല.
ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം ഇന്നുകൊണ്ട് ലോക സംഖ്യ പോകല്ലോ എനിക്ക് സമയത്ത് 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ കൂടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ അതിനെ പറ്റി പോകുന്നത് പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ മാത്രം എനിക്ക് ഉറക്കം വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമയൊന്നും ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകും അതിനല്ലേ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യരുടെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ, എൻ്റെ അല്ലല്ലോ. വി അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കേസും പ്രശ്നങ്ങളും ഓരോ തെളിവുകളും ഒക്കെ പുറത്തു വന്നപ്പോഴും അതിനെ പ്രതിരോധിച്ച കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് ഇനി ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എങ്ങനെ, കാരണം ഇത്രയധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ ചലച്ചിത്ര താരങ്ങളെയും നടിമാരെയും പാലക്കാട്ടെ വിവിധ പരിപാടികളിൽ എത്തിച്ച് സ്ത്രീകൾക്ക് ഈ രാഹുലിനോട് യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെ അകറ്റി നിർത്തുന്നില്ല എന്ന് തെളിയിക്കാനുള്ള പല തന്ത്രങ്ങളും മേനഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് എല്ലാ തെളിവുകളുമുണ്ട്. അതായത് ഗർഭം ധരിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച രാഹുലാണ്, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, തന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണോ, എല്ലാം പ്ലാൻ ചെയ്തത് രാഹുലല്ലേ എന്ന് ചോദിക്കുന്ന കൃത്യമായ തെളിവുകൾ ഓരോന്നും പുറത്തു വരുന്നു. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും എത്രത്തോളം നിർണായകമായിരിക്കുമായിരുന്നു? വളരെ ഗൗരവമുള്ള വാട്സാപ്പ് ചാറ്റും ശബ്ദരേഖയും തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം നേരത്തെ എടുത്തതിൽ എന്തെങ്കിലും നിലപാട് വ്യത്യാസം പുതിയ സാഹചര്യം സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല. കാരണം നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന് വളരെ ഗൗരവമുള്ള തെളിവുകൾ തന്നെയാണ്. പക്ഷേ അപ്പോഴൊക്കെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, നിയമസഭാ കക്ഷിയിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ നിയമസഭയിൽ വന്നു, കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകളിൽ പലതവണ എത്തി, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുമായി ബന്ധമില്ല എന്ന് നേതൃത്വം പറയുമ്പോൾ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം BJP നേതാവ് ശ്രീ കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഏറ്റവും പുതിയ തെളിവുകൾ ശബ്ദരേഖയും ആ വാട്സാപ്പ് ചാറ്റും, അതിൽ വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് തന്നെയാണ് ഈ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്നത്, ഗർഭചിത്രത്തിനും പ്രേരിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണെന്ന്. ഇനി എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അവിടെ വളരെ സജീവമായിട്ട് കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടികളിലൊക്കെ രംഗത്തുണ്ട്, പക്ഷെ ഇപ്പോഴും തനിക്കെതിരെ യാതൊരു കേസുമില്ല, ഒരു സ്ത്രീയും പരാതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ഇപ്പോൾ വന്നൊരു ഈ ഒരു തെളിവുകൾ രാഹുലിനെതിരെ കേസെടുക്കാനൊക്കെ അല്ലെങ്കിൽ രാഹുലിനെ ഈ അറസ്റ്റിനൊക്കെ ഉൾപ്പെടെ നയിക്കാവുന്ന തരത്തിലുള്ള പല തെളിവുകളുമുണ്ട്. പക്ഷെ എന്തായിരിക്കും ഇനി നിങ്ങൾ BJP-യുടെ ഒരു നിലപാട്? രാഹുലിനെതിരായിട്ടുള്ള നേരത്തെ നിങ്ങൾ പ്രഖ്യാപിച്ച സമര പരിപാടികളുമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമോ? അല്ല, BJP-യുടെ നിലപാടിന് മുമ്പ് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഒരു ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയും പേറി നടക്കുന്ന കോൺഗ്രസിന്റെ ഗതികേട്, ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ വേണോ കോൺഗ്രസിന്? കോൺഗ്രസിന്റെ രാഹുലിനെ ന്യായീകരിച്ചു വരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ തൊലിക്കട്ടി അപാരം തന്നെ. അവരുടെ തൊലിക്കട്ടി ഇത്രയും വലിയ തൊലിക്കട്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കാണുക. രാഹുലിനെതിരായിട്ട് നേരത്തെ വന്ന തെളിവുകൾ തന്നെ ധാരാളമാണല്ലോ.
ആ തെളിവുകളിലെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ രാഹുലിനെ അന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തു നിന്നും മാറ്റി നിർത്തിയത്. രാഹുലിനെ കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചത്. പാർട്ടി മാറ്റി നിർത്തിയ ഒരാളെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. പ്രതിഷേധം എന്ന് പറയുന്ന സമയത്ത് ശാരീരികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ല, മറിച്ച് രാഹുലിനെതിരായിട്ട് ഞങ്ങള് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നിന്നും BJP ജനപ്രതിനിധി ഇറങ്ങിപ്പോയി. ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഏതെല്ലാം വേദികളിൽ പ്രതിഷേധിക്കാൻ പറ്റുമോ അത്തരം വേദികളിലെല്ലാം ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കേണ്ടത്. പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാൽ, പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ DCC ഓഫീസിൽ പോകുന്നു, DCC ഓഫീസിലെ യോഗത്തിൽ പ്രസംഗിക്കുന്നു, UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു. സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് രാഹുൽ നടത്തുന്ന പരിപാടിയെ സംബന്ധിച്ച് പാലക്കാട്ടുകാർക്ക് അറിയാം. ലക്ഷങ്ങൾ കൊടുത്ത് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് താൻ പരിശുദ്ധനാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമൊന്നും നടത്തിയിട്ട് കാര്യമില്ല രാഹുൽ എന്നുള്ളത് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. അല്ല, അത് മാത്രമല്ലല്ലോ ശ്രീ കൃഷ്ണകുമാർ, നിങ്ങളുടെ അതായത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പോലും രാഹുലിനൊപ്പം പരിപാടികളിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. രാഹുൽ മാങ്കൂട്ടം പല വേദികളിലേക്ക് വരുമ്പോഴും സ്ത്രീകൾ അയാളെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾ, കാരണം അത് നിരവധി പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു, ഗർഭചിത്രം നടത്തിയെന്നൊക്കെ ആരോപണം നിലനിൽക്കുമ്പോഴും ചില സ്ത്രീകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുവേദിയിലടക്കം പ്രത്യക്ഷപ്പെടാനും അത്തരമൊരു ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകാനും അയാളെ പ്രേരിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്കൂൾ ശാസ്ത്രമേളയില് ആയിരക്കണക്കിന് ആളുകൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിൽ ഭൂരിഭാഗം സ്ത്രീകളും അധ്യാപികമാരും ഒക്കെയാണ്. ആ വേദിയിൽ രാഹുൽ പോയി ഇരുന്നിട്ട് അവിടെ വന്ന ആളുകൾ മുഴുവൻ, സ്ത്രീകൾ മുഴുവൻ രാഹുൽ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു പൊതുപരിപാടിയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കയറി പോകുന്ന സമയത്ത് പലരും ഉണ്ടാവും. അതിൽ സ്ത്രീകളുണ്ടാവും, മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അടുത്ത ദിവസം തന്നെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്താണെന്നും എന്തുകൊണ്ടാണ് നഗരസഭാ ചെയർപേഴ്സൺ ആ വേദിയിൽ എത്താൻ കാരണം ഉള്ളതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അവരുടെ നിലപാടെന്ന് വ്യക്തമാക്കിയതാണ്. ഒരു നഗരസഭാ കൗൺസിലർ ഒരു പരിപാടിക്ക് വിളിക്കുന്നു, യാദൃശ്ചികമായിട്ട് അവിടെ MLA വരുന്നു, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരോട് സംസാരിച്ചു. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവര് ക്ലാരിഫിക്കേഷൻ തന്നതാണ്. BJPയുടെ ഔദ്യോഗിക നിലപാടിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. രാഹുലിനെ പാലക്കാട്ടിലെ സ്ത്രീ സമൂഹം അംഗീകരിച്ചു എന്നെല്ലാം പറയുന്നത് അത് കോൺഗ്രസിലെ ഒരു വിഭാഗം സൈബർ പോരാളികൾ നടത്തുന്ന ദുഷ്പ്രചരണം മാത്രമാണ്. അല്ലാതെ പാലക്കാട്ടത്തെ സ്ത്രീകള് ഇത്തരം ചെയ്തികള് അംഗീകരിച്ചു കൊടുക്കും. ഇത് ശ്രീ കൃഷ്ണകുമാർ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് അല്ലെങ്കിൽ അയാളുമായി അടുപ്പമുള്ളവർ പറയുന്നത്, അവർ ന്യായീകരിക്കുന്നത് ഒരു സ്ത്രീകൾ പോലും, ഒരു പെൺകുട്ടി പോലും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഏതെങ്കിലും രീതിയിലുള്ളൊരു, കാരണം ഇത്തരം തെളിവുകളുണ്ട്, വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി രാഹുലിനോട് സംസാരിക്കുന്നത്, തന്നെ കൊല്ലാക്കൽ ചെയ്യരുതെന്ന് പറയുന്നത്. താങ്കൾക്ക് എന്താണ്, എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി പരാതി നൽകാത്തത്? രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയോ മറ്റോ സമ്മർദ്ദമോ ഉണ്ടായിരിക്കുമോ? 100%. ഈ നമ്മള് ഇപ്പൊ വന്ന ശബ്ദരേഖയിൽ നിന്നല്ല വ്യക്തമല്ലേ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആരുടെയും പരിരക്ഷ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പെൺകുട്ടി, കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഒരു നിയമസഭാ സാമാജികൻ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ആ കുട്ടി തളർന്നു പോവും. അവര് പരാതി കൊടുക്കാൻ തയ്യാറല്ല, കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. ആ ശബ്ദരേഖയിൽ കൊല്ലാൻ പോലും തയ്യാറായിട്ടുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം ആ കുട്ടിയെ പിന്തുണയ്ക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവര് പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ മടിക്കും. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, രാഹുല് ഈ വന്ന ശബ്ദരേഖയും ചാറ്റുമെല്ലാം കൃത്യമാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല? സാധാരണ എന്താ ചെയ്യുക, ഒരാൾക്കെതിരായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം വന്നാൽ
അയാൾ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാറുണ്ട്. ഇത് പ്രക്ഷേപണം ചെയ്ത ചാനലുകൾക്കെതിരെ നോട്ടീസ് കൊടുക്കാറുണ്ട്. ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരായിട്ട് നോട്ടീസ് നൽകാറുണ്ട്. രാഹുൽ ഇതെന്തെങ്കിലും ചെയ്തു? രാഹുൽ ചെയ്യുന്നില്ല. രാഹുൽ നിഷേധിച്ചോ? ലീഗലായിട്ട് പോണ്ട. ഇത് ഈ ശബ്ദരേഖയും ഈ ചാറ്റുകളും എന്റേതല്ല എന്നുള്ള ഒരു നിഷേധക്കുറിപ്പ് പോലും ഇതുവരെ രാഹുൽ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ബോധ്യമല്ലേ രാഹുൽ ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കോൺഗ്രസിന്റെ അകത്ത പല കുടുംബങ്ങളിലും രാഹുൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്, കോൺഗ്രസിന്റെ അണികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഹുല് ഇതിനെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസിലെ അണികൾ ശ്രമിച്ചാലും സൈബർ പോരാളികൾ ശ്രമിച്ചാലും രാഹുൽ കേരള സമൂഹത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ്. രാഹുൽ തെറ്റുകാരനല്ലെങ്കിൽ രാഹുൽ തെളിയിക്കാൻ നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാവട്ടെ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവരുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും കണ്ടതാണ്. ഈ ഇപ്പൊ പുറത്തു വന്ന വോയിസ് ചാറ്റിന് വളരെ കൃത്യമാണ്, വോയിസ് ക്ലിപ്പിലും കൃത്യമാണ്. ആ കുട്ടി മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ആ കുട്ടിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ആ കുട്ടിയുടെ ശബ്ദം പോലും പുറത്തു വരുന്നില്ല. ഇവിടുന്ന് ഈ അതേ സമയത്ത് ഇപ്പുറത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആ കുട്ടിയെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ സി കൃഷ്ണകുമാർ, BJP നേതാവാണ് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ പാലക്കാട് അടക്കം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ MLA ആണ്, സ്വാഭാവികമായും ജനപ്രതിനിധി നിലയിൽ രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇത്തരം തെളിവുകൾ രാഹുലിനെതിരെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. VB അരുണിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഇവിടെ ഒരു പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല, മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കേസിനപ്പുറം മറ്റ് നടപടികളുണ്ടായില്ല. പ്രത്യേകിച്ച് ഇത്തരം ഒരു തെളിവ്, അതായത് കൃത്യമായും വളരെ വ്യക്തമായും രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതിൻ്റെ വാട്സാപ്പ് തെളിവുകളും ചാറ്റിൻ്റെ തെളിവുകളും ശബ്ദരേഖയും അടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനി ആ കേസിൽ ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടി? അന്വേഷണ സംഘത്തിന് നേരത്തെയും ഇത്തരം തെളിവുകളൊക്കെ ലഭിച്ചാണ്. പക്ഷേ ഈ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറല്ല. അവരുമായി ബന്ധപ്പെട്ട ആരും പരാതി നൽകാൻ തയ്യാറായില്ല. അതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് മത്സരിക്കുമ്പോൾ തരത്തിലാണ് കോൺഗ്രസിലെ ചർച്ചകൾ. മാങ്കൂട്ടത്തിൽ മത്സരിക്കട്ടെ എന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിൽ കൂടി വരികയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ശബ്ദരേഖ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ശബ്ദരേഖ പുറത്തു വന്നാലും കോൺഗ്രസ് കൂടുതൽ നടപടികൾ രാഹുലിനെതിരെ സ്വീകരിക്കാനിടയില്ല. സീറ്റ് നൽകുമ്പോൾ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പവും രാഹുൽ നിരവധി തവണ ഇപ്പോൾ ഇതിനകം പ്രചരണരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല രാഹുലിന് സ്ത്രീകൾക്കിടയിൽ ഇപ്പോഴും വലിയ സ്വീകാര്യതയുണ്ടെന്ന് വ്യക്തമാക്കാൻ മണ്ഡലത്തിൽ രാഹുൽ ചെല്ലുമ്പോൾ പ്രായമായ സ്ത്രീകൾ മുതൽ പല തരത്തിലുള്ള ആളുകൾ, പല പ്രായത്തിലുള്ള സ്ത്രീകൾ രാഹുലിനെ സ്വീകരിക്കുന്നതും സൗഹാർദ്ദത്തോടെ സംസാരിക്കുന്നതുമൊക്കെ സൈബർ ടീമുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലൊരു സിനിമാ താരവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സൗഹാർദ്ദം പങ്കിടുന്നതൊക്കെ വലിയ രാഹുലിനുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് നിലയിൽ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സൈബർ കോൺഗ്രസും ഒക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടതും കോൺഗ്രസിന് സമീപനത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല. അന്വേഷണ സംഘവും മറ്റേതെങ്കിലും തരത്തിൽ നടപടിയെടുക്കുമോ എന്ന് വ്യക്തമല്ല. കാരണം അവർക്കും ഔദ്യോഗികമായി പരാതി ലഭിക്കണം. ആ പരാതി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിയും തരത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഈ പെൺകുട്ടിയെ ഗർഭിണിയാകാൻ നിർബന്ധിച്ചത്. അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും രാഹുലാണെന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ തെളിവുകൾ കൊണ്ട് മാത്രം രാഹുലിന്റെ ഇപ്പോഴത്തെ ഇറങ്ങി നടക്കലിനെയും അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണത്തിനെയും ഒക്കെ തടസ്സമുണ്ടാകുമെന്ന് കരുതാൻ വയ്യ. കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനിയും CPM-ഉം BJP-യും ഒക്കെ തയ്യാറെടുക്കുമെന്നും കരുതാൻ വയ്യ. കാരണം അവരുമൊക്കെ ആ വസ്തുത അംഗീകരിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങളുണ്ടെങ്കിലും തെളിവുകൾ നൽകാൻ, പരാതി നൽകാൻ ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ തടഞ്ഞ് വീണ്ടും രാഹുലിന്റെ മൈലേജ് കൂട്ടണമോ എന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങൾ. ഇപ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന നേതാക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കായികമായി രാഹുലിനെ നേരിടാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതിന്റെ ഒരു അമർഷമുണ്ടാകും, അതിന്റെ ഒരു കോപമുണ്ടാകും. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയാണ് BJP CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. പ്രതിപക്ഷത അടക്കമുള്ളവരുടെ പ്രതികരണം നിർണായകമാണ്. അവർക്കും സ്വാഭാവികം പറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് ഇനിയും
രാഹുലിനെതിരെ പരാതി നൽകാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് രാഹുലിനെതിരെ ഇപ്പോഴും കോൺഗ്രസ് നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായി കോൺഗ്രസ് രാഹുലിന് ഒരു ചുമതല നൽകിയിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും രാഹുലിനെ എങ്ങനെയാണ് പ്രചരണത്തിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ ഇനി അല്പം കൂടി ബുദ്ധിമുട്ടും. ടോം, തീർച്ചയായും. കാരണം അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ഒരു രീതിയിലും ഒരു സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. അത് ആശാസമരവേദിയിലടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതായത് KPCC നേതൃത്വവും രാഹുലിനോട് ഒരു അകൽച്ച പാലിക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല. പക്ഷേ ഈ പാലക്കാടേക്ക് വരുമ്പോഴാണ്, കാരണം പാലക്കാട് ഒരു താരപ്രചാരകനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ചില വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്, വലിയൊരു സ്വീകാര്യത കിട്ടുന്നുമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വീഡിയോ പുറത്തു വന്നത് അതൊരു രാഷ്ട്രീയ പ്രേരിതമാണോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകിച്ചും ഇടത് ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ എതിരാളികളുടെ ഒരു നീക്കമായി അതിനെ കോൺഗ്രസ് വ്യാഖ്യാനിച്ചാലും അല്ലെങ്കിൽ ആ രീതിയിൽ ന്യായീകരിച്ചാലും ഇനി അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? ഇനിയും ഈ പൊതുവേദികളിൽ പ്രത്യേകിച്ച് ഇത്തരം ഒരു തെളിവുകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ ആ രീതിയിലൊരു സ്വീകാര്യത കിട്ടുക അത്ര എളുപ്പമായിരിക്കുമോ? വളരെ കൃത്യമായ ആസൂത്രണമാണ് ഓരോ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമ്പോഴും. അത് ആദ്യം നിയമസഭയിൽ വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. ചരമോപചാരം നടക്കുന്ന ദിവസമാണ്, അവിടെ മറ്റ് പ്രതിഷേധങ്ങൾക്കിടയില്ല. പിന്നീട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും വളരെ കൃത്യമായി അന്ന് തനിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി സ്വീകരിച്ചു, അല്ലെങ്കിൽ അത്തരം സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു രാഹുൽ ചെയ്തത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് നൽകണമെന്ന് വാദിക്കുന്നവരും നൽകാൻ കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുന്നതിനുമൊക്കെ കാരണം മറ്റൊന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു രംഗത്ത് സജീവമായാൽ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്നാൽ ഇത്തരം തെളിവുകൾ ഇനിയുമുണ്ട്. പലരുടെ പക്കലും ഒരാളുടെ പരാതിയല്ല, പല ആളുകളുടെ പരാതിയുണ്ട്, പലരുടെ പക്കലും ഇത് തെളിവുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരരംഗത്തേക്ക് വരികയാണെന്ന് ഉറപ്പായാലോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നാലോ ഇത് വീണ്ടും ഉപയോഗിക്കപ്പെടുമെന്നൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർക്ക് അത്തരം ആശങ്കകളുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ നടപടി പിൻവലിച്ചുകൊണ്ട് രാഹുലിനെ വീണ്ടും പാർട്ടിയിലേക്ക് സജീവമായി ഔദ്യോഗികമായി കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം മടിക്കുകയും അറയ്ക്കുകയും ചെയ്യുന്നതിന് കാരണം അതാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാഹുലിന് സീറ്റ് നൽകിയാലും ഒരുപക്ഷെ രാഹുൽ അവിടെ വിജയിച്ചു വരാം. പാലക്കാട്ടെ പ്രത്യേക സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ട് വിജയിച്ചു വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. പക്ഷേ അങ്ങനെ രാഹുൽ മാത്രം വിജയിച്ചാൽ മതിയോ? മറ്റിടങ്ങളിൽ അത് ബാധിക്കില്ലേ എന്ന ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ ഒരു കടുത്ത നടപടിക്കൊന്നും ഇനി കോൺഗ്രസിന് കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉണ്ടായതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ ഉണ്ടാകാനിടയില്ല. വലിയൊരു ആശങ്കയിൽ കോൺഗ്രസ് ക്യാമ്പുണ്ട്. രാഹുൽ ഇപ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുമ്പോഴാണ് ഈ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. രാഹുൽ കൂടുതൽ സജീവമായ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. സ്വാഭാവികമായും ആ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമായിരിക്കില്ല ബാധിക്കുക. ആ തെളിവുകൾ ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ കൂടിയാണോ എന്ന ആശങ്ക വലിയ രീതിയിൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതാണ് രാഹുലിനെതിരെയുള്ള നടപടിയിൽ ഇളവ് വരുത്താൻ അല്ലെങ്കിൽ നടപടി പിൻവലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതെ പോകുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ ഔദ്യോഗിക പരിപാടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം ക്ഷണിക്കാത്തത്. സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രത്യക്ഷമായ സമരത്തിലേക്ക് CPM നീങ്ങില്ല. പക്ഷേ ഈ വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗികാരോപണവും ഗർഭചിത്ര വിവാദവും അടക്കം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM ഒരു പ്രചരണ വിഷയമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് പ്രാദേശികമായ CPM പ്രചരണ വിഷയമാക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഈ വിഷയത്തിൽ വാർത്താസമ്മേളനത്തിൽ നമ്മോട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അത് ഒരിക്കലും രാഹുലിനെ തടയുമെന്നൊക്കെ പറയുന്നത് കായികമായി തടയുമെന്നല്ല, കായികമായി കൈകാര്യം ചെയ്യുമെന്നല്ല, മറിച്ച് ഈ ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പ്രതിഷേധങ്ങൾ, കോപം ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് കൊടുങ്കാറ്റായി കോൺഗ്രസിനെതിരെ ആഞ്ഞു വീശും. ആ കൊടുങ്കാറ്റിൽ കോൺഗ്രസ് ഇപ്പോഴും മോശം സ്ഥിതിയിലേക്ക് പോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴും ഇങ്ങനെ പാർട്ടി പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് നേതൃത്വം അതിന്റെ ഭവിഷ്യത്ത് അറിയും എന്ന് തന്നെ CPM നേതൃത്വം കണക്കുകൂട്ടുന്നു. രാഹുലിനെ ഒരുപക്ഷെ കായികമായി തടഞ്ഞാൽ അത് രാഹുലിന് അനുകൂലമായ വികാരമുണ്ടാക്കും. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും രാഹുലിന് അനുകൂലമായി ചിന്തിക്കാനും പരസ്യമായ രംഗത്ത് വരാനും ഒക്കെ ഇത് ഇടയാക്കുമെന്ന ആശങ്ക CPM-ന്. അതുകൊണ്ടാണ് അവർ ഇത്
കായികമായി തടയുകയോ അല്ലെങ്കിൽ രാഹുലിനെ ഫിസിക്കലി തടയുന്നതിന് അപ്പുറത്തേക്ക് രാഹുലിനെതിരെയുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക. രാഹുൽ ഇത്തരത്തിൽ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയ ആളാണ്. അത് ഒരാൾക്കെതിരെയല്ല, കോൺഗ്രസിന്റെ നേതൃതലത്തിൽ നിൽക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ പോലും ഈ രീതിയിൽ ഇടപെട്ടയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിനായി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ CPM പ്രചരിപ്പിക്കുന്നുണ്ട്, BJP പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടിയാകും. രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങൾക്കൊപ്പമില്ല എന്ന് പറയുമ്പോഴും നടപടിയെടുത്തെന്ന് പറയുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം രാഹുൽ വീടുകൾ കയറിയിറങ്ങുമ്പോൾ പെൺകുട്ടികൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം ഇത്തരത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ അവർക്കൊപ്പം വലിയ സൗഹൃദം പുതുക്കുമ്പോഴൊക്കെ അത് കോൺഗ്രസിന് തിരിച്ചടിക്കുന്ന വിഷയമായി തന്നെ മാറും. അത് ആ രീതിയിൽ പ്രചരണരംഗത്ത് ഉപയോഗിക്കാൻ തന്നെയാണ് CPM-ന്റെയും BJP-യുടെയും തീരുമാനം. ടോം.